വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. അവിടെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം. കഴിഞ്ഞ ഒരു 3-4 മാസമായി, അതിലധികമായി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് സൈബർ അറ്റാക്കുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസുകൾ കുറേ വീഡിയോസിന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ജാസിൻ്റെ വീഡിയോ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാല എലിസബത്തിൻ്റെ വീഡിയോ ആണ്. അങ്ങനെ ചില കോണ്ടന്റുകൾ പെട്ടെന്ന് ഒരു നെഗറ്റീവ് സ്പ്രെഡാവും. പക്ഷെ അതൊക്കെ ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനെ ഒരു ഓപ്പോസിറ്റ് ചിന്താഗതി മാത്രമാണ്. എന്നാൽ 2 ദിവസം മുമ്പ് ഞാൻ ഇട്ട തൊപ്പിയുടെ ഒരു ലോങ് വീഡിയോൻ്റെ താഴെ ഊയിൻ്റെ പൊങ്കാലകൾ പോലെയായിരുന്നു വൃത്തികെട്ട ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ. ഞാൻ 3-4 എണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കി എല്ലാ കമൻസുകളും അവിടെ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വെച്ചു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് തൊപ്പീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തൊപ്പിയുടെ സൈഡിൽ തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ തൊപ്പീൻ്റെ സൈഡിൽ ഞാൻ തെറ്റെടുത്ത് പറയുക തന്നെ ചെയ്യും. ഈ തൊപ്പീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തം ഫാൻസ് കയറി ഇതിന് താഴെ കമൻറ്റ് ഇട്ടു എന്ന് കരുതി ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റാൻ പോകുന്നില്ല. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്തേ ഞാൻ പറഞ്ഞു MRZ യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. പക്ഷെ ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്നതിനെ കുറിച്ചുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവണം എന്നുള്ളൊരു സാധനം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് പറഞ്ഞ അവിടെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഞാൻ അതിനെപ്പറ്റി അധികം അങ്ങോട്ട് ചിക്കി ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. എന്നാലും ആ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളാണ്. എൻ്റെ അമ്മോ, ഈ കമൻറ്റുകൾ കണ്ട സമയത്താണ് എനിക്ക് ഈ ഒരു തൊപ്പി യൂണിവേഴ്സിനെ പറ്റി സംസാരിക്കണം തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം കോൺട്രവേഴ്സി എന്താണെന്നുള്ളത്. ഇവരൊരു തൊപ്പി ആദ്യം ഒരു ലൈവ് സ്ട്രീമറായി വന്നു, പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് വന്നു, പിന്നെ അത് കഴിഞ്ഞൊരു ഗ്യാങ് വന്നു, ഗ്യാങ്ങുമായിട്ടുള്ള വ്ളോഗ്, അത് ഇത്. ഇപ്പോൾ ഗ്യാങ് രണ്ട് പഞ്ചായത്തിലായി. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാം, ഇവർ 2 പേരും തൊപ്പീൻ്റെ വിചാരം തൊപ്പി ഷമീറിനെയാണ് ഇരുന്ന് കുറ്റം പറയുന്നതെന്നാണ്. ഷമീറിൻ്റെ വിചാരം ഷമീർ തൊപ്പീനെയാണ് കുറ്റം പറയുന്നതെന്നാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷമീറിൻ്റെ ഒരു സാധനം തൊപ്പി പറയുന്ന സമയത്ത് അവിടെ തൊപ്പിയും നാറുന്നുണ്ട്. ആൻഡ് തൊപ്പിയുടെ ഒരു കാര്യം ഷമീർ പറയുന്ന സമയത്ത് ഷമീറും നാറുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാർ നാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എത്രയോ വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇമാതിരി ഒരു വൃത്തികെട്ട വിഷയം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പലതരം ഇങ്ങനത്തെ കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ അബ്യൂസുകൾ, ഇങ്ങനത്തെ ക്രൈംസുകൾ ഒക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാതിരി ഒരു വൃത്തികെട്ട കേസ്, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല, വേറൊരു വാക്ക് വരുന്നുണ്ട്, യൂട്യൂബിലായതുകൊണ്ട് പറയാത്ത ഇമാതിരി കേസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആകെ സംസാരിക്കാനുള്ളത് 18+ കോണ്ടൻറ്റ് മാത്രമാണ്. തൊപ്പി നേരെ കയറി 18+ കോണ്ടൻറ്റ് വീഡിയോ ഇടുന്നു. ഇപ്പോഴുള്ള സൈഡിൽ 18+ കോണ്ടൻറ്റ്. അതും തൊപ്പിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഷമീറൊക്കെ വന്ന് സംസാരിച്ചത് എക്സ്ട്രീം സാധനങ്ങളാണ് കേട്ടോ. അതിൽ പോക്സോ ഉണ്ട്, പിന്നെ അബോർഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ നേരെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ട്. പക്ഷേ അതിന് വളരെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ഒന്നും അവന്മാർ വെച്ചിട്ടില്ല. 4 മണിക്കൂർ ലൈവാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കണ്ടത് വെച്ച് അതിൽ വലിയ പ്രൂഫോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയോ കുറേ കോൾ റെക്കോർഡിങ്സ് ആണ്, എന്തൊക്കെയോ റെക്കോർഡിങ്സ് ആണുള്ളത്. ആ റെക്കോർഡിങ്സ് ആണെങ്കിൽ തന്നെ പലതും വലിയ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നത് ഹനാൻഷാൻ്റെ ഒരു സാധനം മാത്രമാണ്. അതെനിക്ക് തോന്നിയത് ഷമീർ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ ഹനാൻഷ വന്ന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കമൻറ്റ് കണ്ടപാട് ഞാൻ നേരെ ചെന്ന് ഈ അക്കൗണ്ട് നോക്കുമ്പോൾ ഹനാൻഷാൻ്റെ OG അക്കൗണ്ടാണ്. അപ്പം തന്നെ ഞാൻ ആലോചിച്ചു, ഇവന്മാരുടെ കേസിലൊക്കെ ഹനാൻഷയോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹനാൻഷയുടെ കോൺട്രവേഴ്സി വരുന്നതും ആ കോൺട്രവേഴ്സി എക്സ്പോസ് ചെയ്യുന്നതും പറയുന്നതും, പിന്നെ ഹനാൻഷ സ്ട്രൈക്ക് കൊടുക്കലും അതും ഇതൊക്കെ. ഇതല്ലാണ്ട് ബാക്കി എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പകുതിയും കേൾക്കുന്നില്ല, പകുതിയും സൗണ്ട് കുറവാണ്, പകുതിയും ഹെഡ്സെറ്റ് വെക്കാൻ പറയുന്നുണ്ട്. ഇനി ഇവർക്ക് സംസാരിക്കാൻ അറിയായിട്ടാണോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ വേണ്ട തെളിവില്ലായിട്ടാണോ, ഇല്ല തെളിവ് വെച്ചാണോ. പകുതി വീഡിയോൻ്റെ താഴെ ഇവർ തെളിവ് ഇറക്കുന്നുണ്ട്. തൊപ്പി ലവ് ചെയ്തിട്ടില്ല, തൊപ്പി ഫ്ലേർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തൊപ്പി അബ്യൂസ് ചെയ്തിട്ടില്ല, തൊപ്പി അബോർട്ട് ചെയ്തിട്ടുള്ള ഗേൾസ് എന്നെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് തെളിവ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ആ വീഡിയോയുടെ ഒരു അവസാനം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന തൊപ്പീൻ്റെ വീഡിയോ ആണ് കേസ്. അതിന് ശേഷം ഒരു ഷമീറിൻ്റെ വീഡിയോ ആണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ തൊപ്പി അവർക്ക് നല്ലൊരു പണിയാണ് ആ വീഡിയോ ഇട്ടതിൽ കൂടെ കൊടുത്തത്. അത് ഇവരുടെ കുടുംബത്തെയും റിലേഷൻഷിപ്പിനെയും എല്ലാത്തിനെയും ബാധിച്ച സമയം തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പടകം ചീറ്റിപ്പോയി, കുറച്ച് നനഞ്ഞ പടകമായിപ്പോയി. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ കറക്റ്റ് തെളിവുകളും കൊണ്ട് വന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഷമീറിൻ്റെ ലൈവിൽ ഞാൻ കണ്ടൊരു പീസ് ഉണ്ട്. ആ പീസ് എനിക്കിവിടെ സംസാരിക്കണം എന്ന് തോന്നി. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങൾ, ഓള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ. ഷമീറിൻ്റെ ലൈവിൻ്റെ അന്നത്തെ ലൈവിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ഒരു 3 സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇപ്പം പടക്കക്കട ദുവാ ഹുവാ പോലെ ആകെ ഒരു ചത്ത കിളീനെ പോലെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇന്നലത്തെ ലൈവ് വന്നത്. പക്ഷെ അന്നത്തെ ലൈവിൽ തുടക്കത്തിൽ പറഞ്ഞ സാധനമുണ്ട്. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങൾ, പിന്നെ എന്തോ ഒരു ഗേൾ ഫ്രണ്ടിനെ പറ്റിയും പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ഷമീറെ, ഈ 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഈ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അന്ന് നടന്നൊരു ഇഷ്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ ആണായതുകൊണ്ടാണ്. നീ ആണാന്ന് കരുതി നീ നിൻ്റെ കൂട്ടുകാരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യേണ്ടത്? ഞാൻ എടുത്തു നോക്കട്ടെ, നീ കൂട്ടുകാരെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണോ? അല്ല ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും കൂട്ടുകാരെ വിളിച്ചിരുത്തി റൂമിൽ ഇരുത്തിയിട്ടാണോ ഈ പരിപാടികൾ ചെയ്യുക? നിങ്ങൾക്ക് അത്രയ്ക്ക് പോലും ഒരു പ്രൈവസി ഇല്ലേ? നിങ്ങൾ അത്രയ്ക്ക് പോലും നിങ്ങൾക്കൊരിതില്ലേ? നീ കാണിച്ചത് മോശമാണ്. ആൻഡ് ഇത് മാത്രമല്ല, നീ തന്നെ പല കഥകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് തൊപ്പി അവളെ നോക്കി, ഞാൻ മറ്റോളെ നോക്കി, തൊപ്പി അവനെ കൊണ്ടുപോയി, ഇവരെ കൊണ്ടുപോയി, ഞാൻ അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ അടുത്ത വലിയൊരു പൊട്ടത്തരം എന്ന് പറയുന്നത്. തൊപ്പി പറയാത്ത കാര്യങ്ങളും കൂടെ നീയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഷമീർ കയറി ലൈവിൽ സംസാരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തൊപ്പീൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഉമ്മാനെയും ഉപ്പാനെയും ഈ പെങ്ങളെയും ഗേൾ ഫ്രണ്ടിനെയും കുറിച്ച് ഈ ആലോചിച്ചില്ലേ? ഇപ്പം ഈ കഥ അനുസരിച്ച് ഒരു 3 കൊല്ലങ്ങാനുമായിട്ടുള്ള ഗേൾ ഫ്രണ്ടാണ്. ഈ 3 കൊല്ലത്തിനിടയിൽ ഈ എന്തൊക്കെ ഉടായ്പകൾ ചെയ്തിട്ടുണ്ടാവും? തൊപ്പി കേസിന് പോയത് എൻ്റെ ഭാഗ്യം. കാരണം തൊപ്പി എന്ന് വെച്ചാൽ കണ്ണും ബോധവും ഇല്ലാത്തൊരു കാറ്റഗറി ഓഫ് ആളാണ്. എൻ്റെ ഒറ്റ വീഡിയോ എക്സ്പോസ് ചെയ്തതിന് മനസ്സിലായല്ലോ ഇതുപോലെയൊക്കെ എൻ്റെ തെളിവുകളാക്കുക. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും അല്ല എൻ്റെ പെങ്ങൾക്കും അല്ല ഗേൾ ഫ്രണ്ടും ലോകത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിയാനെ. അപ്പം അത്രയും കാലം ഇല്ലാത്തൊരു ബോധം, അത്രയും കാലം വെക്കാത്തൊരു സാധനമാണ് ഇപ്പോൾ വെച്ചത്. ഇനി അത് വെച്ചിട്ട് കാര്യമല്ല. നാറി, ദി എക്സ്ട്രീം നാറി. ഇനി മാക്സിമം അന്തരോ മഹാനുഭാവിലും എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക, കിട്ടുന്ന പണിയും വാങ്ങി ജയിലും കടന്നിട്ട് തിരിച്ച് വരിക. അല്ലാണ്ട് എന്താ പറയേണ്ടത്? നമുക്ക് 1 by 1 ആയിട്ട് ഷമീർ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. മൊത്തത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാണ്, ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പം അത് ശരിയാണ്, 100% ശരിയാണ്. നിങ്ങൾ ഈ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വൃത്തികെട്ട പരിപാടിയിൽ എവിടെയോ കിടക്കുന്ന അനാൻഷാനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വൈഫിനെയും കൊണ്ടുവരേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് ഈ കാണിച്ച തെണ്ടിത്തരം. അതുകൊണ്ട് തന്നെയാണ് കുട്ട എൻ്റെ വീഡിയോ കോപ്പിറൈറ്റ് അടിച്ച് അങ്ങ് റിമൂവ് അടിച്ചത്. അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലുമൊക്കെ തെളിവ് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നൊരു സാധനവും ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ആദ്യം ഒന്ന് പഠിക്കുക, ഒരു തെറ്റുമില്ല. എന്നിട്ട് അത് നല്ല വൃത്തിയിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കയറി പറയുമ്പോഴാണ് ഈ ബോധമല്ലാണ്ട് ഓരോന്ന് കയറി സംസാരിക്കുക. എന്നാൽ അതിൻ്റെ ഭാഗമായി കോപ്പിറൈറ്റ് അടിച്ച് ആ വീഡിയോ പോയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 2 hour മുമ്പ് തൊപ്പീൻ്റെ ചാനലിൽ തൊപ്പി അന്നിട്ട ലൈവ് അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. എത്ര പേര് ഇന്നലത്തെ ലൈവ് കണ്ടെന്ന് അറിയില്ല. അപ്പം അതിൽ നമ്മൾ പറ്റുന്നത്ര ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പൈസയും ഇതും ഉള്ള ആളെ ഇതാക്കാൻ നിൽക്കരുതായിരുന്നു, മനസ്സിലായോ? നമ്മളതിൽ പൈസ ഇല്ല, നമ്മളതിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഇല്ല, പവറില്ല. സോ അതുകൊണ്ട് സൗണ്ട് കുറവാണോ? ഓക്കെ. അപ്പോൾ നമ്മളതിൽ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോവും. പിന്നെ ജാസീൻ്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി, മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോവുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ
നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ ലൈവിന് ഒരാഴ്ചക്ക് ശേഷം മറ്റേ ലൈവ് ഉണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനമുണ്ട്, തൊപ്പിയായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെളിവുകളും ഞാൻ കാണിച്ചിട്ടുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൂഫ് ഞാൻ അതിൽ കണ്ടിട്ടില്ല. കുറച്ച് ഓഡിയോസ്, ക്ലിപ്സ്, കാര്യങ്ങൾ എന്നല്ലാണ്ട് വേറെ ഒന്നുമേ നിങ്ങൾ കാണിച്ചിട്ടില്ല. പിന്നെ ആകെ കാണിച്ചത് ഒരു വീഡിയോയാണ്, ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ വീഡിയോയുടെ തൊപ്പിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനൊരു എക്സ്പ്ലനേഷൻ തൊപ്പി പറയുന്നുണ്ട്. എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇവന്മാർ വെച്ചിട്ട് ഇവന്മാർ എടുത്ത വീഡിയോ അല്ലേ, എൻ്റെ കൂടെ നിന്നുകൊണ്ട് നിൽക്കുന്ന സമയം ഇവന്മാർ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ ആ തെളിവ് ഒന്നും അല്ലാണ്ട് പോവുകയാണ്. വളരെ വാലിഡായി വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊപ്പി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരൊറ്റ സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സൈഡിൽ എല്ലാവരും നിന്നേനെ. അതിന് ഇതിനിടയിൽ പറഞ്ഞ അടുത്തൊരു ഡയലോഗാണ് പൈസക്കാർ. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ തൊപ്പിക്ക് പൈസ കൊണ്ടിട്ട് നിയമത്തെ ചിലപ്പം കയ്യിലെടുക്കാൻ പറ്റുമായിരിക്കാം, പോലീസുകാർ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഇല്ലാത്ത രീതിയിലാക്കാൻ പറ്റുമായിരിക്കും, പലതും ചെയ്യാൻ പറ്റും. നല്ല അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റുമായിരിക്കും, പലതും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ജനങ്ങളെ മുഴുവനായിട്ട് തൊപ്പിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഷമീർ എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈവൻ യൂട്യൂബോ അവിടെ ഇവിടെയുള്ള ആൾക്കാർ ഫുൾ ഷമീറിനെ സപ്പോർട്ടായിരുന്നു, ഷമീറിനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ എന്ന് തൊപ്പിയുടെ വീഡിയോ വന്നോ അതിനുശേഷം തൊപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തൊപ്പിക്ക് പോകുന്നത്. എന്ന് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യുന്നോ അന്നേ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ജനങ്ങളെ ഒരിക്കലും പൈസ കൊണ്ടോ പവർ കൊണ്ടോ ഒരാൾക്കും കയ്യിലെടുക്കാൻ പറ്റില്ല. അതും കൂടെ ഷമീർ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ്. ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാന്നോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്. മനസ്സിലായോ? ഇന്നലത്തെ ലൈവ് കണ്ടവർക്കറിയാം, അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ്, വീഡിയോ അടക്കം ഇവനെന്താണ്, ഇവന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലി. നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടാനുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്താ അറിയോ? കൂടെ നിന്ന് കുതികാല് വെട്ടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കൂടെ നിന്ന് കുതികാല് വെട്ടുക. തൊപ്പി എന്ന് പറയുന്നൊരു വ്യക്തി ഒരു നല്ല പ്രസൻറ്ററാണ്. തൊപ്പിനെ പറ്റി പറയാനുള്ളത് ഇനി അടുത്ത ഭാഗത്ത് വരും. ഞാൻ തൊപ്പീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾ ആരും കരുതണ്ട. തൊപ്പി ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് തൊപ്പി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും വൃത്തിയിലെടുത്ത് വെച്ചുകൊണ്ടാണ് തൊപ്പി സംസാരിക്കുന്നത്. ആൻഡ് തൊപ്പി സംസാരിക്കുന്നത് രണ്ടാമതാണ്. ഇവിടെ ഫസ്റ്റ് സംസാരിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങളെങ്ങനെയാണ് പൊതുവെ ഈ യൂട്യൂബിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തൊപ്പി കൂട്ടിക്കൊണ്ട് വന്ന തൊപ്പിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. തൊപ്പി നിങ്ങൾ എടുത്ത് നടക്കുന്നു, തൊപ്പി നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നു എന്നുള്ളൊരു സാധനമാണ്. ഈ കാറ്റഗറി ഓഫ് നിങ്ങളാണ് ഇവിടുന്ന് കമൗട്ട് ചെയ്തുകൊണ്ട് തൊപ്പീനെ പറ്റി ഇത്രയും വലിയ കുറ്റങ്ങൾ പറയുന്നത്. അപ്പം തൊപ്പീനെ ഇഷ്ടപ്പെടുന്ന, തൊപ്പീനെ വിശ്വസിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ നിങ്ങളെ കണ്ട് കൂടെ നിന്ന് കുതികാലി വെട്ടുക എന്ന് വെച്ചാൽ ഭക്ഷണം തന്ന കൈക്ക് തന്നെ കയറി കടിക്കുക എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് വരിക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചൈറ്റിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് മാർക്ക്. ഈ കണ്ണിൽ മാത്രമേ നിങ്ങളെ കാണാൻ പറ്റൂ, ഈ കണ്ണിൽ മാത്രമേ നിങ്ങളോട് ഫ്രണ്ടോട്ട് സംസാരിക്കാൻ വരെ പറ്റൂ. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങൾ ഭയങ്കര ഫേക്ക് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചത്. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ ഒരു സാധനം ഫേസ് ചെയ്താൽ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യണം. ഇപ്പോൾ എന്ത് കൈൻഡ് ഓഫ് അബ്യൂസ് ആണെങ്കിലും, അത് ഫിസിക്കലാണെങ്കിലും എന്ത് കൈൻഡ് ഓഫ് അബ്യൂസ് ആണെങ്കിലും കം ഔട്ട് ചെയ്യണം. നിങ്ങൾ എന്തിനവിടെ പിടിച്ചു നിന്നു? എന്തിന് നിങ്ങളവിടെ നിന്നു? നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ നിന്ന് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് പറയും. ഏത് ബന്ധങ്ങളിലും വിള്ളൽ വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ സാമ്പത്തിക ഇടപാടാണ്. സാമ്പത്തിക ഇടപാട് എത്രത്തോളം കുറവാണോ അത്രത്തോളം കാലം തന്നെ ആ ബന്ധങ്ങൾ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ താഴോട്ട് വരുന്നു, കമൗട്ട് ചെയ്യുന്നു, പ്രശ്നങ്ങൾ പറയുന്നു, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സാമ്പത്തികം. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അതാ തോന്നുക. തൊപ്പി വന്ന് കാണിക്കുന്ന തെളിവ് ഇസ് എ വീഡിയോ വിഷ്വൽ. നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ ഓഡിയോസ്, പകുതി ഓഡിയോസും ക്ലിയർ അല്ല.
തൊപ്പി ചെയ്യുന്നതായ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഒരു ചാറ്റ്, ഇതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ കാണിച്ച ഫസ്മിനേൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവൾ ഫസ്മിനേൻ്റെ എക്സാണ്. ഫസ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലല്ലൂബിയുടെ കേസോടുകൂടി സോഷ്യൽ മീഡിയയിൽ നല്ലൊരു നെഗറ്റീവ് കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അവൾ കയറി വന്ന് തൊപ്പീനെ എന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്യും? അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം ലൈവ് ഉണ്ടാവില്ല, കഴിഞ്ഞിട്ട് പിന്നെ കിക്കിലായിരിക്കും. കിക്കിൽ ഈ പറഞ്ഞ പോലെ ചാനൽ അടിച്ച് കളയാനും ചാനൽ പൂട്ടിക്കാനൊന്നും കിക്കിൽ പറ്റൂല. അതുകൊണ്ട് ആടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആടെ ചെയ്യും. പിന്നെ എപ്പം ജയിലിലാവുമെന്നും എപ്പം കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലിലാകാം. അപ്പോൾ ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ഒന്ന് ഓൻ തന്ന് അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു സാധനത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് ജാസി വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഓമാരോട് പറഞ്ഞു നമുക്ക് റീല് ചെയ്യാം, അടിപൊളിയായി പോകാമെന്ന് പറയുന്ന സമയത്തും മമ്മു കുറേ പൈസ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട് എന്ന്. പിന്നെ ഏകദേശം ഈ ഏതൊക്കെ കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത് യൂസ് ചെയ്താൽ ഉണ്ടാകുന്നൊരു സൈഡ് എഫക്റ്റ് എന്താണെന്നും, ചില ആൾക്കാരെ ടെൻഷൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യും, സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇപ്പം നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഗ്രാജുവലി അഡിക്ഷനിലോട്ട് പോകുക. അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അയാൾ മദ്യത്തെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. അപ്പോൾ ലൈഫിൽ എത്ര പ്രശ്നം വരുമ്പോഴും മദ്യം ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഡ്രഗ്സിലേക്ക് ഹാപ്പി ഹോർമോൺ, എനർജി ബൂസ്റ്റിംഗ്, പീസ്ഫുൾ ആക്കുന്ന തലത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ലൈഫിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർ ഈ തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നിങ്ങൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. തൊപ്പിയാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഇവരാണെങ്കിലും ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ടെസ്റ്റ് വളരെ സിമ്പിളായി കാണണ്ട. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെക്കുറിച്ചും കൂടെ ഉള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് വേണം ടെസ്റ്റിനെ പറ്റി സംസാരിക്കാൻ. ഉണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേ വരെ കുണ്ടം കളിച്ചിട്ടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് ആരും വിശ്വസിപ്പിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. പിന്നെ അനാൻഷാനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ ഓൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി ഓൻ്റെ റിയാലിറ്റിയും ഓൻ ആരാന്നും കാണിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ ഒരു ഇതാക്കേണ്ട വന്നു. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. ഇത് എന്താ വെച്ചാൽ കരയാൻ പോലും പറ്റുന്നില്ല. കാരണം കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ടാഗ് റിമൂവ് ചെയ്യാം. ടാഗ് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. ഇൻസ്റ്റയിൽ വേറെ പേര് കൊടുക്കാണ്ട് വെറും പേരിൽ ഇൻസ്റ്റ ഇതാക്കുന്നില്ല. പിന്നെ അപ്പോൾ കുറ്റപ്പെടുത്തുന്നവർക്കെല്ലാം കുറ്റപ്പെടുത്താം, എനിക്ക് ഇഷ്ടമുള്ള പറയാം. ജനം ടി വി എന്താ ഇല്ല ഐസ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് വിട്ടു, എനിക്കിതിൽ ഇനി ഇതാക്കാം. ഇന്നലെ ലൈവ് കണ്ടവർക്കെല്ലാം സത്യം മനസ്സിലായ കാര്യങ്ങളാണ്, മനസ്സിലാവും. ഓനെന്തോ ഈ വായിൻ്റെ പവറുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുണ്ടത്തല അടിച്ചു എന്നല്ല പറയുന്നല്ലാണ്ട് അതിനൊരു തെളിവില്ല. ഞാൻ ഇപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അനുവാദം ഇല്ലാണ്ട് എടുത്തിട്ട് ചെയ്ത തെണ്ടിത്തരാത്, മനസ്സിലായോ? അതിലും ഒന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ കുണ്ടനായ ഞാൻ എന്തിനാ വീഡിയോ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്? ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി, മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഒരു 5-10 കേസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ചിലപ്പം ജയിലിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇതിൽ ചിലപ്പം ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ജയിലിൽ പോയില്ലെങ്കിൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ കിക്കിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് വിശ്വസിക്കുന്ന ഒരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കാരോട് പറയണം തോന്നി. അതിനു വേണ്ടി മാത്രം വന്ന ലൈവാണ്. ഇല്ല, എനിക്ക് തന്നെ ആരെക്കുറിച്ചും ഒന്നും പറയണമെന്നില്ല ബ്രോ, മനസ്സിലായോ? ഡോൺ വറി ഷമീർ ബ്രോ, വിഷമിക്കേണ്ട ഷമീർ ബ്രോ, നിങ്ങൾ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ തൊപ്പിക്കെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ കഷ്ടപ്പെട്ടു. എന്തായാലും പടക്കക്കട ഹദാ ഹുവ എന്ന് പറയുന്നത് പോലെ ഷമീർ വന്നത് ഭയങ്കര ഒരു എനർജിയിലാണ്. ലൈവ് കയറിയപ്പം അതിലും വലിയ എനർജിയിലാണ്. ഇപ്പോൾ കുടുംബം എല്ലാം സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൾ ഏകദേശം പടങ്ങം ഒന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കാരണം മെൻ്റലി ഭയങ്കര ഡൗണാണ്, ഫിസിക്കലി ഭയങ്കര ഡൗണാണ്, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി എൻ്റെ കയ്യിൽ ഇതിൽ തന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, എനിക്ക് കുറേ തെളിവ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്നും പുറത്ത് കാണിക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഈ ടോപ്പിക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പോകുന്നത്.
അപ്പം കാരണം ആൾക്ക് തന്നെ മനസ്സിലായി ആൾ എത്രയൊക്കെ സംസാരിച്ചാലും ആ ഒരൊറ്റ വീഡിയോയിൽ നല്ലൊരു ഹെയ്റ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നും ഒരു വാലിഡായിട്ട് ആൾക്ക് കാണിക്കാനുള്ള ഒരു പ്രൂഫോ കാര്യങ്ങളോ ആളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതും തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഗേൾസൊക്കെ തൊപ്പിക്ക് എഗെയിൻസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും തൊപ്പി ലീഗലി കേസ് പോകുമ്പം ഈ ഗേൾസ് എന്തായാലും മുമ്പിൽ വരേണ്ടി വരും. അവരവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓഫ് കോഴ്സ് ഫാമിലി അറിയാനും തൊപ്പി തന്നെ കയറി ലൈവ് കയറി ഇവളാണെന്ന് പറഞ്ഞത് ആറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തൊപ്പിൻ്റെ സ്വഭാവം അതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും എസ്കേപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ പൈസ വാങ്ങി സെറ്റിൽ ചെയ്തിട്ടുള്ള കേസ് ആണെങ്കിൽ തന്നെ തൊപ്പി ചിലപ്പോൾ പറയും ഇവർ ഈ പണിക്ക് ഇറങ്ങി എൻ്റെ ഇന്ന് പൈസ വാങ്ങിക്കൊണ്ട് കാരണം തൊപ്പിയാണ്, തൊപ്പിൻ്റെ വായയാണ്, തൊപ്പിൻ്റെ നാക്കാണ്. തൊപ്പി എന്താണ് പറയുക, തൊപ്പി എന്താണ് കാണിച്ച് കൂട്ടുക എന്നുള്ളത് ആർക്കും അറിയില്ല. എന്തായാലും ഉമ്മാർക്ക് എന്തോ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകും. വീണ്ടും പറയുന്നു, ഇനി കേസ് കൊണ്ടാണോ, ഇനി കേസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പോലീസുകാരെ വിളിച്ച് വാൺ ചെയ്തത് കൊണ്ടാണോ ഇവർ ഇതിന് സ്റ്റോപ്പ് ഇട്ടേ എന്നുള്ള അറിയില്ല. കാരണം ഒരു സീരീസ് പോലെ ഇത് പോകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പടക്കക്കട സാധാ ഹുവ പോലെ തന്നെ എല്ലാം അങ്ങ് സൈലൻ്റ് ആയിട്ടുണ്ട്, പീസ് ആയിട്ടുണ്ട്. എല്ലാവന്മാരും വായടച്ചിട്ടുണ്ട്, എല്ലാവന്മാരും ഷോക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ യുവമാരുടെ എന്തോ ഒരു സാധനം തൊപ്പി കാണിച്ചിട്ടുണ്ടാവും. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇനി തൊപ്പി ചെയ്യേണ്ട വീഡിയോ. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നൊക്കെ ഒരു മിനിറ്റ് വണ്ടി വന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാധാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടോ വരും. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ നല്ലതാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കോടതിയല്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് പല വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിലും ഏറ്റവും നല്ലത് ലീഗലി പോകുന്നതാണ്. ലീഗലി പോകുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ട നീതി നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആദ്യമായിട്ട് തൊപ്പി ഒരു ബോധത്തോടു കൂടി ഒരു ഡിസിഷൻ എടുത്തു എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം തൊപ്പിയുടെ ഒരു സ്വഭാവം വെച്ച് ഇതുവരെ കണ്ട സ്ട്രീം വെച്ച് തൊപ്പി വളവള പറയേണ്ടതാണ്. പക്ഷെ അതില്ലാണ്ട് ഡയറക്റ്റ് കേസിന് പോയിരിക്കുകയാണ്. ഇനി കേസിന്റെ വഴിക്ക് നടക്കട്ടെ. ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്ന് ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമല്ലേ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയത്. ഇവിടെ തൊപ്പിയുടെ സംസാരത്തെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാളും തൊപ്പി പറയുന്നതിൽ ഇവിടെ ഒരു ശരിയുണ്ട്. കാരണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിലുള്ള തെളിവുകൾ നിങ്ങൾ വെക്കണമായിരുന്നു. തെളിവ് വെക്കാണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഓഫ്കോഴ്സ് ഡിഫമേഷന് ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് കേസ് പോവാം. തെളിവില്ല എന്നാണ് എൻ്റെയും വിശ്വാസം. കാരണം ആ ലൈവിൻ്റെ ഇടയിൽ ചെന്നിട്ട് ആരെങ്കിലും ഒരാൾ വരും, നിങ്ങൾക്ക് ക്യാഷ് തരാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അതാക്കാം ഇതാക്കാം ഇവർ തന്നെ ലൈവ് കയറി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇമ്മച്വർ ആയിട്ടുള്ള ബിഹേവിയർ എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. പല വിഷയങ്ങളിൽ ഇവർ കയറി എടുത്ത് ചാടി സംസാരിക്കുന്നതും ഇവരെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ എന്താ പറയുക, അപ്പോഴത്തെ ഒരു ദേഷ്യം. കാരണം ഇവർക്ക് ആ വീഡിയോ അത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാധിച്ചതിനെ ഒന്ന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയ രീതിയിലാണ് തോന്നിയത്. ഞാൻ ഒരിക്കലും തൊപ്പി പെർഫെക്റ്റ് ആണ്, തൊപ്പി നല്ല കൈയാണ് എന്നല്ല പറയുന്നത്. ഇപ്പം പന്ത് തൊപ്പിയുടെ കയ്യിലാണുള്ളത്, കാരണം തെളിവില്ലാത്തത് കൊണ്ട്. അത് മാത്രമേ ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഒരു പ്രൂഫോട് കൂടി നിങ്ങൾ വരും. എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക്. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ച 3 മാസം മുമ്പാണ് ഇവരെന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്ന്
വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇതാ ഞാൻ പറഞ്ഞത്, തൊപ്പിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. തൊപ്പിയുടെ സംസാരത്തിൽ കേട്ടു നിൽക്കുന്ന വ്യക്തികൾ വരെ കൺവിൻസ് ആവുന്ന രീതിയിലാണ് തൊപ്പി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും പറ്റിയ 2 ഡ്രോബാക്കാണ് ഞാനിവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അവൻ്റെ കൂടെ നിന്ന് കൊണ്ട് കയറി അവനെ എഗെയിൻസ്റ്റ് സംസാരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചീറ്റർ എന്ന് പറയുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് വരിക. അതിനുശേഷമാണ് തൊപ്പീൻ്റെ സൈഡ് ഓഫ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പലതും സംസാരിച്ചെങ്കിലും നിങ്ങൾക്ക് അതിന് വെക്കാൻ രീതിയിലുള്ള നല്ലൊരു പ്രൂഫ് ഉണ്ടായിരുന്നില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ആ വീഡിയോ ഞാൻ ഇതിലൊരു കണ്ടന്റ് പോലും ആയിട്ട് ഇടാത്തത്. കാരണം എന്തിടാനാണ്, നിങ്ങൾ തന്നെ അവിടെ സാധനം വെച്ച് വീഡിയോ എടുത്തുകൂടെ, നമുക്ക് പറഞ്ഞുകൂടെ? തൊപ്പീൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത്, തൊപ്പി ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ അന്നേരം എന്താ ചെയ്യേണ്ടത് അറിയോ? ഷഡ്ഡി എടുത്തുകൊണ്ട് പോയി അലക്കുന്ന വീഡിയോയും പിന്നെ വേറെ എന്തൊക്കെയൊക്കെയാണ്, ചോറും സാമ്പാറും നിങ്ങൾക്ക് തന്ന അവൻ മീൻ വറുത്താൻ കഴിക്കുന്ന വീഡിയോയും പിന്നെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുക്കണമായിരുന്നു. ഇങ്ങനത്തെ ഈ ലൊട്ടിലൊടുക്ക് കളിയല്ലാണ്ട് നിങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്ത് വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല ക്രിമിനൽ കേസുകൾ. ആ അലമാറയിൽ ഒരു ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുത്ത് കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും? ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണുവെന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ടോ? ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുവാ മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് പിന്നെ വാക്ചാരുദ്യങ്ങളാണ് അങ്ങോട്ട് പോകുന്നത്. അതൊന്നും എടുത്തു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ വോയിസ് ക്ലിപ്പിന്റെ പറഞ്ഞുകൊണ്ട് പറയാം. അതുപോലെ തന്നെ തൊപ്പിക്ക് വേണമെങ്കിൽ മമ്മൂന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടായിക്കൂടെ? തൊപ്പി ഈ വീഡിയോ അല്ലാണ്ട് പിന്നെ അതിൽ കാണിച്ചിട്ടുള്ളത് ഫുള്ള് വോയിസ് കോളാണ്. അത് പലരും ആയിട്ടുള്ള കോളാണ്. അത് തൊപ്പി വോയിസ് ഇതുവഴി ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എല്ലാത്തിനും ഉമ്മാരെ കയറി പറയല്ലോ. തൊപ്പി ഇത്രത്തോളം സപ്പോർട്ടിങ് ആയി, കണ്ണിൽ ഉണ്ണിയായി, കണ്ണിൽ മാങ്ങയായിട്ടാണ് ഉമ്മാരെ നോക്കുന്നതെങ്കിൽ ഉമ്മാർ ഒരിക്കലും ഇങ്ങനെ ചാടി ഇറങ്ങുമൊന്നുമില്ല. ഇത്രയും കാലം തൊപ്പിയുടെ കൂടെ നിന്നല്ലേ. വീഡിയോ എന്തൊക്കെയൊക്കെയോ തകരാറ് തൊപ്പീൻ്റെ സൈഡിലും ഉണ്ട്. തെളിവില്ല പാവങ്ങളെ കയ്യിൽ. അത് മാത്രം അങ്ങ് ആലോചിച്ചാൽ. എന്തൊക്കെയാണെങ്കിലും ഒരു കാലം ഒരുമിച്ച് നിന്ന് സന്തോഷിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി ഒരുമിച്ച് ഫുഡ് കഴിച്ച് കടന്നുറങ്ങിയിട്ടുള്ള വ്യക്തികൾ തന്നെ പിന്നെ പരസ്പരം ശത്രു ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് വളരെ പെയിൻഫുള്ളാണ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ മാത്രം നിന്നാൽ മതി. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പുറകുനിന്ന് കുത്താണ്ട് നിൽക്കുക, ഇറങ്ങിപ്പോവുക നിങ്ങളുടെ ജീവിതമായിട്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ റോൾ എടുത്തുകൊണ്ട് ഫസ്മിനേൻ്റെ കുറേ വീഡിയോസ് കണ്ടു. കർമ്മ വിൻസ്, അത് വിൻസ്, ഇത് വിൻസ് എന്ന് പറഞ്ഞ് ചെയ്യട്ടെ. തൊപ്പിക്ക് പേരിൽ കുറേ ചീത്ത കേട്ടതല്ലേ. ഇപ്പോൾ തൊപ്പീൻ്റെ ഫെയിം വരുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും കരുതി. കിട്ടട്ടെ. ഇനി അതോടുകൂടിയെങ്കിലും സന്തോഷത്തോട് പോട്ടെ. കാരണം ലല്ലൂല് കുറേ കേട്ട്, തൊപ്പിയിലെങ്കിലും നല്ല കേൾക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽ ദെൻ ഇറ്റ്സ് ബൈ.